ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്യാൻഡിൽ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ളത് തീർന്ന ഫാബ്രിക് പെയിൻറ്റിൻ്റെ കുപ്പിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 എടുത്തിരിക്കുന്നത്. അടുത്തായി നമുക്ക് ഇതിന് കളർ ആഡ് ചെയ്യാൻ വേണ്ടി ക്രയോണാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ മെഴുകുരുക്കിയാണ് കളർ ആഡ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി മെഴുകുതിരി വേണം. അടുത്തായി നമുക്ക് ഇതുപോലൊരു ക്യാം വേണം. അത് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം അത്രയും വെച്ച് കട്ട് ചെയ്താൽ മതി. നമ്മൾ ഇതിൻ്റെ അകത്തിട്ടാണ് മെഴുകുരുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ ആക്കിയെടുക്കുകയാണെങ്കിൽ ഒഴിക്കാൻ എളുപ്പമായിരിക്കും കുറച്ചുകൂടി. അടുത്തായി നമ്മൾ തിരി ഇടാൻ വേണ്ടി ഇതുപോലത്തെ നൂലാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് കട്ടി കൂടിയ നൂലാണ്. അടുത്തായി നമുക്ക് മെഴുകെല്ലാം കണ്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇടണം. അതിൻ്റെ നൂല് ആവശ്യമില്ല കേട്ടോ, മെഴുക് മാത്രം മതി. അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു തിരി ആവശ്യമില്ല. അതിന് ശേഷം നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് ഒരു ടൈലിംഗ് കഷ്ണത്തിൻ്റെ മീതെ ഒട്ടിക്കണം. ടൈലിംഗ് കഷ്ണത്തിൻ്റെ മീതെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നേരെയുള്ള ഒരു സ്ഥലത്ത് ആയിട്ട് വെക്കണം, ചെരിഞ്ഞൊന്നും പോകാതെ. അടുത്ത് നമ്മൾ 3 ഇഷ്ടികയാണ് എടുക്കുന്നത്. 3 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് 3 ഇഷ്ടിക. 3 ഇഷ്ടിക നമ്മൾ അടുപ്പിച്ച് വെക്കുക. കാരണം ആ ചെറിയൊരു ക്യാൻ ആയതുകൊണ്ട് അകത്തി വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ താഴെ പോകും. അതുകൊണ്ട് നമ്മൾ അടുപ്പിച്ചാണ് വെക്കുന്നത്. ഇത്ര അടുപ്പിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് മെഴുക് ഉരുക്കാനായിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. മെഴുകൊക്കെ ഒന്ന് ഉരുകി സെറ്റായിട്ട് വരണം. അപ്പം നമ്മളിട്ട് മെഴുകുതിരിയുടെ കഷ്ണം ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതിരിക്കും. ഇനി ഉരുകി നല്ല വെള്ളം പോലെ ആയി വരണം. അപ്പം നമ്മളിവിടെ കളറതിന് ആദ്യം നമ്മൾ പച്ചയാണ് ചേർക്കുന്നത്. നമ്മൾ പച്ച ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. ഉരുകി നല്ല വെള്ളം പോലെ ആയതിന് ശേഷമാണ് ഇടുന്നത്. നല്ല രീതിക്ക് ചൂടായിട്ട് ഇരിക്കുന്നതാണ്. കളർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കമ്പൊക്കെ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് കളർ എല്ലായിടത്തൂടെ ഒന്ന് ആകാനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ കളർ ചേർത്തപ്പോൾ കളർ കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഒരു കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതും കൂടെ ഉരുകി ഒന്ന് ഇളക്കിയെല്ലാം കൊടുത്ത് സെറ്റായിട്ട് വേണം. ക്രയം പെട്ടെന്ന് ഉരുകും കേട്ടോ. നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് ഉരുകും. നമുക്ക് അടിപൊളിയാണ് ഉരുകുന്നതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കളറൊക്കെ നല്ല രീതിക്ക് ഉരുകി സെറ്റായിട്ട് വന്നിട്ട് നമ്മളൊരു പ്ലെയർ വെച്ചാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ആ പ്ലെയർ വെച്ചെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുമ്പോൾ നോക്കിയൊക്കെ ഒഴിക്കണം. കയ്യിലൊന്ന് വീഴ്ചാൽ നല്ല ചൂടാണ്. അപ്പോൾ നോക്കി നമ്മൾ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിക്ക് പോകുന്നത്. ഒഴിച്ചപ്പോൾ നിറഞ്ഞില്ല കേട്ടോ. നമ്മൾ ഇച്ചിരിയും കൂടി ഉരുക്കി അതുകൊണ്ട് ഒഴിക്കുന്നുണ്ട്. നമ്മളപ്പോൾ കുറച്ചുകൂടി ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ തിരിയാണ് വെക്കാൻ പോകുന്നത്. തിരി വെക്കാനായിട്ട് ഇതുപോലെ ഒരു ഈർക്കിലിയിൽ ആ തിരി ഇങ്ങനെ മണ്ട ഇങ്ങനെ ചുറ്റിയിട്ടതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ അത് വെള്ളം പോലെ കിടക്കുന്നതുകൊണ്ട് തിരി ഇറങ്ങിയിരുന്നുള്ളൂ. പിന്നെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റപ്പായിട്ട് ഇരുന്നോളും. അടുത്ത് നമ്മൾ വയലറ്റ് ഓറഞ്ചും ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി നമുക്ക് വയലറ്റ് ഓറഞ്ച് ഇനി ഉരുക്കിയെടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഓറഞ്ചാണ് ഉരുക്കുന്നത്. ഇപ്പം ഓറഞ്ച് നമ്മൾ ഉരുക്കി അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷമാണ് അടുത്ത് നമ്മൾ വയലറ്റ് ഉരുക്കുന്നത്. കളർ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, എല്ലാ സ്ഥലത്തും കൂടെ ഒന്ന് ആകാനൊക്കെ ആയിട്ട്. നമ്മൾ ഓറഞ്ച് സെറ്റാക്കി. അടുത്ത് നമ്മൾ വയലറ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെഴുക് ഉരുക്കിയതിനകത്തോട്ട് വയലറ്റ് ഇട്ടു. അപ്പോൾ ആ കളർ ഇങ്ങനെ ഉരുകി വരുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അടിപൊളിയാണ്. നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗി നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ കിട്ടത്തില്ല. അതിന് ശേഷം നമ്മൾ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 3 സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങണം. അപ്പോൾ ഉണങ്ങിയിട്ടില്ല. ഗൈസ്, ഇപ്പോൾ ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഉണങ്ങി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ 3 കത്തിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കത്തുന്നുണ്ട് കേട്ടോ. വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ഓറഞ്ച് ആയാലും നന്നായിട്ട് കത്തുന്നുണ്ട്. അതുപോലെ ഗ്രീൻ ആയാലും അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. വയലറ്റ് അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.